ഇപ്പോൾ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ സംരക്ഷണം എന്ന അതീവ ഗൗരവതരമായ ആരോപണമാണ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചത്. സ്വർണ്ണക്കൊള്ളയ്ക്ക് രാഷ്ട്രീയ സംരക്ഷണം ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. തൊണ്ടി മുതൽ കണ്ടെത്തി യഥാർത്ഥ കുറ്റവാളികളെ ശിക്ഷിക്കാനുള്ള നടപടി ഉണ്ടാക്കണം. ദൗർഭാഗ്യവശാൽ ഈ നടപടി ഇതുവരെ കൈക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. കഴിഞ്ഞ കുറെ കാലങ്ങളായി നടക്കുന്ന കൊള്ളയുടെ ഒരു ഭാഗമാണ്. OTAകൾ അനുവദിച്ചു കൊടുത്തത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡിന് അതിന് ധൈര്യം കൊടുത്തത് ഗവൺമെന്റുമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഉന്നതങ്ങളിലെ ഞാനല്ല പറഞ്ഞത്, ബഹുമാനപ്പെട്ട കോടതി തന്നെ പറഞ്ഞു വൻ സ്രാവുകളെ പിടിക്കുന്നില്ല. എന്തുകൊണ്ട് പിടിക്കുന്നില്ല? തൊണ്ടി മുതൽ എവിടെ? ഞാൻ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം, സ്വർണം എവിടെ? അതാരും കണ്ടെത്തുന്നില്ലല്ലോ. അത് ഈ അറസ്റ്റ് മാത്രമല്ലല്ലോ, തൊണ്ടി മുതൽ കണ്ടെത്തണ്ടേ? തൊണ്ടി മുതൽ കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥ കൊള്ളക്കാരെ നമുക്ക് പിടിക്കുന്നത്. ഈ തൊണ്ടി മുതൽ കണ്ടെത്തുക എന്നുള്ളതാണ് ഇനി SITയുടെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. അപ്പോൾ ഈ ഇതിനൊക്കെ അന്താരാഷ്ട്ര തലത്തിലുള്ള ബന്ധങ്ങൾ കൂടി സാരംഗ് വരികയാണല്ലോ. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ED ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അവിടെ ഈ വിഷയങ്ങളൊക്കെ കടന്നു വരും. സാമ്പത്തിക ഇടപാടിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. CBI ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് സമ്മതം അറിയിച്ചിരിക്കുന്നു. അങ്ങനെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൂടി കടന്നു വരുമ്പോഴാണ് ഈ ആരോപണങ്ങളുടെയൊക്കെ ഒരു നിജസ്ഥിതിയിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ എത്തുക. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ, തൊണ്ടി മുതൽ കണ്ടെത്തുക, കൂടുതൽ അറസ്റ്റുകളിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഈ കേന്ദ്ര ഏജൻസികളുടെ വരവിനും ഏറെ പ്രാധാന്യമുണ്ട്. തീർച്ചയായും. കാരണം ഈ ഒരു അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘം എന്ന് പറയുമ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് സംസ്ഥാന പോലീസിന്റെ കീഴിലുള്ള ഒരു അന്വേഷണ സംഘം അവർക്ക് എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയൊരു ശൃംഖല ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു കേന്ദ്ര ഏജൻസിയുടെ കീഴിൽ നിന്നുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിനുള്ള സാധ്യത ഏറെയാണ്. കാരണം ഹൈക്കോടതി അടക്കം അത് കൃത്യമായി വിലയിരുത്താനുള്ള ഒരു സാഹചര്യമുണ്ട്. കാരണം ഇപ്പോൾ ആദ്യം ഒരു സംശയമായി പ്രകടിപ്പിച്ച ഒരു കാര്യമാണെങ്കിൽ ഇപ്പോൾ അത് സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള മൊഴികളും വിവരങ്ങളും പുറത്തേക്ക് വരുന്നു. രമേശ് ചെന്നിത്തല അടക്കം അതുമായി ബന്ധപ്പെട്ട മൊഴികൾ നൽകുന്നു. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ വലിയ ഏജൻസികളിലേക്ക് എത്തുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഉന്നതരിലേക്ക് അടക്കം എത്തുന്നു. മാത്രമല്ല ഇത് ഒരു രാഷ്ട്രീയ തലത്തിൽ, അതായത് ഈ ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും മാറി ഇതിന്റെ ലാഭം പറ്റിയ എല്ലാവരിലേക്കും അന്വേഷണം എത്താൻ സാധ്യതയുണ്ട്. കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു പണമിടപാടുകളുമായി ബന്ധപ്പെട്ട, കാരണം ഈ ഒരു പണം എന്ന് പറയുന്നത് കൃത്യമായി എല്ലാവർക്കും വീതിച്ചു നൽകി എന്ന കാര്യത്തിൽ തുടക്കം തന്നെ തീർച്ചയായും സംഭവിച്ചിട്ടുണ്ടെന്ന തരത്തിലടക്കം വിവരങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. പല സംസ്ഥാനങ്ങളിലേക്കും സ്വർണം വീതിച്ചു നൽകിയെന്നടക്കം തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പല സംസ്ഥാനങ്ങളിലേക്കും കടന്നുകൊണ്ടുള്ള അന്വേഷണത്തിനടക്കം ഒരു അന്താരാഷ്ട്ര തലത്തിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും പല സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിനും ഈ ഒരു ഹൈക്കോടതി നിയോഗിച്ചിട്ടുള്ള കേരളത്തിലെ പോലീസിന്റെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കേന്ദ്ര ഏജൻസിയുടെ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. മാത്രമല്ല ഇതിൽ എത്രത്തോളം ഒരു രാഷ്ട്രീയ ബന്ധമുണ്ട്. കാരണം ഈ ഒരു പ്രതിപക്ഷ നേതാവ് ആരോപിച്ചതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എന്തുകൊണ്ട് ഈ ഒരു അന്വേഷണത്തിൽ ഒരു ഉദാസീനത കാണിച്ചു എന്ന കാര്യത്തിൽ ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. കാരണം ഉന്നതരിലേക്ക് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അന്വേഷണം എത്തുകയാണെന്നുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും, അത് വലിയ തിരിച്ചടിക്ക് കാരണമാകുമെന്ന വിലയിരുത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒരു സമ്മർദ്ദം ഉണ്ടായെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. അത് ശരിവെച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശമടക്കം. കാരണം ഇത് വലിയൊരു ഇപ്പൊ തന്നെ ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നത് തന്നെയാണ് പല കോണുകളിൽ നിന്നുള്ള ഇതിന്റെ പഠനം നടത്തിയ സമയത്തടക്കം പ്രതിഫലനമായി വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം അന്വേഷണം പുരോഗമിക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ വരുന്നു. ഇനി നിയമസഭാ ഇലക്ഷൻ കൂടി വരികയാണ്. അതിനിടയിൽ ഉന്നതരിലേക്ക് എത്തുകയാണെങ്കിൽ അടുത്ത ഇലക്ഷനിലും ഇത്തരത്തിൽ ഈ ഒരു പ്രതിഫലനം ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തും. അപ്പോൾ ഈ ഒരു അന്വേഷണം ഏത് രീതിയിലേക്ക് തിരിയുമെന്നത് കാത്തിട്ട് തന്നെ കാണേണ്ടി വരും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ കൃത്യമായ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിലെ ഏജൻസികൾ, അന്താരാഷ്ട്ര തലത്തിലെ പുരാവസ്തു തട്ടിപ്പ് സംഘത്തിലേക്കും ഒപ്പം രാഷ്ട്രീയ തലത്തിലും ഭരണതലത്തിലും ആരൊക്കെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു, ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കാളികളായി, ഇത് നേരിട്ട് ഈ കൃത്യത്തിൽ പങ്കെടുക്കാതെ ഉദ്യോഗസ്ഥരെ കൊണ്ട് കൃത്യമായി ഈ കാര്യം ചെയ്യിച്ച് ഇതിന്റെ ലാഭം പറ്റിയ ഗൂഢാലോചനയിൽ പങ്കെടുത്തത് ആരൊക്കെ എന്ന് കണ്ടെത്തുന്നതായിരിക്കും SITയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്, അതായത് പ്രതിസന്ധി നേരിടാൻ പോകുന്ന ഒരു കാര്യം. കാരണം അവരെല്ലാവരും തലപ്പത്തിരിക്കുന്നവർ തന്നെയാണെന്നാണ് നിലവിലെ സൂചന വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല തൊണ്ടി മുതൽ കണ്ടെത്തുക, ഈ ഇത്രയും വലിയൊരു സ്വർണം ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു. മാത്രമല്ല
മാത്രമല്ല പഞ്ചലോക വിഗ്രഹം നഷ്ടപ്പെട്ടു. അത് കൈമാറി അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ വലിയ സാഹസപ്പെട്ട, അതായത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് കോടതിക്ക് മുൻപിൽ തൊണ്ടിമുതലിന് വളരെ പ്രാധാന്യമുണ്ട്. ആ തൊണ്ടിമുതൽ എത്തിക്കുക, ഒപ്പം ഉന്നതരിലേക്ക് എത്തുക, അതാണ് ഇനി SITക്ക് മുൻപിലുള്ള വലിയ പ്രതിസന്ധി. തീർച്ചയായും സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഏതായാലും അന്താരാഷ്ട്ര ബന്ധമുള്ള ഒരു തട്ടിപ്പായി ഇത് മാറുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ വെളിപ്പെടുത്തൽ, തുടർന്ന് അദ്ദേഹവുമായി അടുപ്പമുള്ള ഒരു വ്യവസായി SITക്ക് നൽകിയ മൊഴി, രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ SIT കൈമാറുന്നു. അത് ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു തലത്തിലേക്ക് ഈ കേസിനെ കൊണ്ടുപോകുന്ന പശ്ചാത്തലം ഉണ്ടാവുകയാണ്. ഇതിനിടയിലാണ് ഇന്ന് ഇപ്പോൾ CBI ഈ വിഷയത്തിൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുള്ള നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഒരു പക്ഷേ ഹൈക്കോടതി ഡയറക്ഷൻ ഉണ്ടെങ്കിൽ CBI ഈ വിഷയത്തിൽ അന്വേഷിക്കാൻ വരും. കൂടുതൽ തലകൾ ഉരുളും, സംശയമില്ല.